ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങൾ നടു റോട്ടിൽ നിന്ന് എടുക്കുന്നൊരു ഇൻട്രോ ആണ്. ഇത് വളരെ പണ്ട് കുറച്ച് കാലപ്പഴക്കമുള്ളൊരു വീഡിയോ ആണ്. നമ്മളിന്ന് സ്റ്റേക്കേഷന് പോയ കുറച്ച് വീഡിയോസ് നിങ്ങൾ ഷോർട്സ് ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. അന്നെടുത്ത വീഡിയോ ആണ്. എനിക്ക് വളരെയധികം സമയം ഉള്ളത് കൊണ്ട് ഇത്ര ലേറ്റ് ആയിപ്പോയി വോയിസ് ഓവർക്ക് കൊടുത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും ഞങ്ങളെല്ലാവരും PG ഫ്രണ്ട്സാണ്. പോസ്റ്റ് ഗ്രാജുവേഷന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അശ്വിനിയും ഞാനും, അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബെല്ലടിച്ച് വെറുപ്പിക്കുന്ന കുട്ടിയും ഞാനും ഡിഗ്രി മുതൽ ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ്. അതായത് 2015 മുതൽ ഞങ്ങൾക്ക് പരിചയമല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ആൻഡ് PG പഠിക്കുന്ന സമയത്താണ് പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ കുറച്ചും കൂടെ എന്താ പറയുക ടൈറ്റായത്. ടൈറ്റ് ഇൻ ദ സെൻസ് എന്താ പറയുക, നല്ല ദൃഢമായ ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറിയത്. പിന്നെ ഇതിനകത്തുള്ള മാളു, അഷിത, പിന്നെ ഇവർ രണ്ടുപേരും PGക്ക് ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരായിരുന്നു. ഇവർ രണ്ടുപേരും വയനാടാണ്. ഞങ്ങളെ രണ്ടുപേരും പോലെ ഇവർ രണ്ടുപേരും ഡിഗ്രി ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ PG കോളേജ് ഞങ്ങളുടെ വളരെ അബദ്ധം അറ്റ്മോസ്ഫിയർ ആയിരുന്നെങ്കിലും ഞങ്ങൾ മലബാറീസ് ഭയങ്കര ബോണ്ടായിരുന്നു ഹോസ്റ്റലിൽ. ലൈക്ക് ഇങ്ങനെ നമുക്ക് മലപ്പുറത്ത് നിന്ന് 2 പിള്ളേരുണ്ടായിരുന്നു, വയനാട്ടിൽ നിന്ന് ഇവരുണ്ടായിരുന്നു, പിന്നെ ഞാനും അശ്വിനിയും. അങ്ങനെ കുറച്ച് എന്താ പറയുക, ഈ ഒരു ഹോസ്റ്റലുള്ള ഞങ്ങൾ കുറച്ച് പേര് ഭയങ്കര കൂട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോളേജിൽ ഉള്ള പല പ്രശ്നങ്ങളും ഞങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ കോളേജിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിന് കാരണവും ഞങ്ങൾ തന്നെയായിരുന്നു. അതായത് ഞങ്ങൾക്ക് എപ്പോഴും വീട്ടിൽ പോകണം, ടീച്ചേഴ്സിന് ഞങ്ങൾ പഠിക്കണം. അപ്പം അവരുടെ സൈഡ് നോക്കുമ്പോൾ ശരിയാണ്, ഞങ്ങളുടെ സൈഡ് നോക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ ആ ഒരു എന്താ പറയുക ഒറ്റക്കെട്ടായി നിൽക്കുന്നതിലൂടെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടെ നന്നായതെന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും. സോ ഇപ്പം 2 എക്സ്ട്രാ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ വീഡിയോനകത്ത്. അതൊന്ന് എൻ്റെ അനിയത്തിയും ഒന്ന് അശ്വിനിയുടെ അനിയത്തിയാണ്. അപ്പോൾ ഞങ്ങൾ 2020 PG പാസ് ഔട്ടാണ്. അതൊരു എന്താ പറയുക, ഒരു സ്വിച്ച് ഇട്ട പോലത്തെ ഒരു പിന്നെ PG കഴിയലായിരുന്നു. കാരണം കോവിഡ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും എന്തോ വന്നു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയതാണ്. പിന്നെ ഞങ്ങൾ ആരും ക്ലാസ്സിലേക്ക് തിരിച്ചു പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ എക്സാമിനാണ്, അതായത് തിയറി എക്സാമൊക്കെ ഞങ്ങൾക്ക് ജില്ലകളിൽ നിന്ന് തന്നെ സ്വന്തം ജില്ലയിൽ നടത്തി തന്നു. പിന്നെ പ്രാക്ടിക്കൽ എക്സാമിനാണ് കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ കാണുന്നത്. അതോടുകൂടെ ഞങ്ങൾ അങ്ങനെ പിന്നെ കാണുന്നത് എന്താ പറയുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ എന്തെങ്കിലും ഒരു ഔട്ടിങ് പോലെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ സ്റ്റേ ഞങ്ങൾ ആദ്യമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് തുടങ്ങിയിരുന്നു. പിന്നെ അശ്വിനീൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞങ്ങൾ കുറേ പേരൊക്കെ കണ്ടിരുന്നു. പക്ഷേ കല്യാണത്തിൻ്റെ ഓളവും നമ്മൾ വെറുതെ ഒരു ഗേൾസ് സ്റ്റേക്കേഷൻ എന്ന് പറയുന്നത് രണ്ടാണല്ലോ. സോ ഞങ്ങൾ കുറേ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഫൈനലി കഴിഞ്ഞ മാസമാണ് അത് നടന്ന് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങളെ കൊണ്ട് ഇത് എന്താ പറയുക, ഇത്രയും കാലത്തെ പ്ലാനിങ് നടത്താൻ പറ്റിയല്ലോ എന്നുള്ള ഭയങ്കര സന്തോഷവും. പിന്നെന്താ, ഗേൾസ് സ്റ്റേക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് വേറെ തന്നെ ഒരു സുഖമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഫ്ലാറ്റ് എടുക്കുകയാണ് ചെയ്തത്. ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻ്റ് ഔട്ട് ചെയ്യുകയാണ് ചെയ്തത് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട്. കാലിക്കറ്റ് ബീച്ച് വ്യൂ ഉള്ളൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പം ഞാനതിൻ്റെ റൂം ടൂർ ചെയ്യാനാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ടും പിന്നെ വേറൊരാൾ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വല്ലാതെ ചിരി വരുന്നത് കൊണ്ടും ഇത് കംപ്ലീറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് എന്താ പറയുക, എങ്ങോട്ട് പോകണം എന്നൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് വർത്താനം പറയാം. ഞങ്ങൾക്ക് ഇത്രയും കാലം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായ മാറ്റങ്ങളും ഓരോരുത്തരുടെ ലൈഫിൽ നടക്കുന്ന എന്തൊക്കെ നമുക്ക് അറിയാം. പക്ഷേ എന്നാലും നേരിട്ട് ഷെയർ ചെയ്യുന്നൊരു സുഖം വേറെ തന്നെ അല്ലേ. അതൊക്കെ പറയാമെന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ എന്താ പറയുക, വയനാട്ടിലുള്ള 2 പേരുള്ളത് കൊണ്ട് അവർക്ക് ബീച്ച് വളരെ താല്പര്യമുള്ളതുകൊണ്ട് ഞങ്ങൾ രാത്രി ബീച്ചിലേക്കൊക്കെ ഇറങ്ങി. രാത്രി കോഴിക്കോട് ബീച്ചിൻ്റെ എന്താ പറയുക വൈബ് അടിപൊളിയാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ബീച്ചിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. എന്നിട്ടെന്താ അവിടെ എപ്പോഴും ഇപ്പോൾ ഒരു എന്താ പറയുക എക്സിബിഷൻ പോലെ ജയൻ വീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, ആ ഭാഗത്തേക്കൊക്കെ ഞങ്ങൾ പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്ന് ഞങ്ങളുടെ പരിപാടി. സോ പറയാൻ വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഗേൾസ് സ്റ്റേക്കേഷൻ എന്ന് പറയുന്നത് എനിക്കൊക്കെ ശരിക്കും പറഞ്ഞൊരു തെറപ്പി പോലെയാണ്. കുറേ കാലം നമ്മളുടെ എന്താ പറയുക ജോലിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വർക്ക് സ്പേസിൽ ബിസിയായി സ്ട്രെസ് ഔട്ടായി ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ഗേൾസ് സ്റ്റേക്കേഷന് പോകണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. അതിൻ്റെ സുഖം എന്താ പറയുക വളരെ വളരെ റിഫ്രഷ് ആയിട്ടാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് വരുന്നത്. ഒരു 10 ദിവസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ആ സുഖമാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേക്കേഷനിൽ നിന്ന് കിട്ടുക. ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു എന്താ പറയുക എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ടും എനിക്ക് ഫ്രണ്ട്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും എനിക്ക് ഇങ്ങനത്തെ സ്റ്റേക്കേഷൻസ് വളരെ ഇഷ്ടമാണ്. എന്താ ഇടയ്ക്കിടയ്ക്ക് പോകണം എന്നാണ് എൻ്റെയൊക്കെ ആഗ്രഹം.
പക്ഷെ നടക്കാറില്ല. പറയുന്ന പോലെ ഞങ്ങളെല്ലാവരും അഡൽട്ടായി, ഞങ്ങളെല്ലാവരും മെച്ചോർഡായി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ ഞങ്ങളെല്ലാവരും വലുതായി, സ്വന്തം കാര്യം നോക്കേണ്ട ഒരു ഏജിലായി. അപ്പം ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. അങ്ങനെ നീണ്ടു പോയ സ്റ്റേക്കേഷൻ തന്നെയായിരുന്നു ഇത് അവസാനം കഴിഞ്ഞ മാസം സംഭവിച്ചത്. സോ ഞങ്ങൾ എന്താ പറയുക, അന്ന് ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിച്ചു. പിന്നെ ഞങ്ങൾ രാത്രി തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയി. അന്ന് ഞങ്ങൾ ഉറങ്ങിയത് പുലർച്ചെ 5 മണിക്കാണ്. പുലർച്ചെ 5 മണി വരെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ ഗെയിംസ് കളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വർത്താനം പറഞ്ഞു. അമ്മോ സ്നേഹി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കുറച്ച് അഡൽട്ട് ടോക്സിലേക്ക്, അതായത് ലൈഫിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവല്ലോ. അങ്ങനത്തെ കല്യാണം കഴിച്ച ഒരാളുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ബാക്കി 3 പേരും കല്യാണം കഴിക്കാത്ത ആൾക്കാരാണ്. അപ്പം ഞാനും പിന്നെ വയനാട്ടിൽ നിന്ന് 2 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവർ 2 പേരും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ അശ്വിനോട് ചോദിക്കുമായിരുന്നു, കല്യാണം കഴിക്കണോ, കഴിച്ചാൽ എന്തൊക്കെ ഉണ്ട്, കഴിച്ചാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ ഡിസ്കഷൻസൊക്കെ ഞങ്ങളിട്ട് എന്താ പറയുക, അടിപൊളിയായിരുന്നു. ഇത് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയിട്ടുള്ള സീൻസാണ് കേട്ടോ. ഞങ്ങൾ കുറേ പാട്ടൊക്കെ പാടി, ഡാൻസൊക്കെ കളിച്ചു. പിന്നെന്താ, മെയിനായിട്ട് ദംഷറാഡ്സ് കളിച്ചു 2 ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട്. ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ പണി. സമയം പോയതേ അറിഞ്ഞില്ല. വാച്ച് നോക്കിയ സമയത്താണ് നമ്മൾ 5 മണിയായി. ഇനിയെങ്കിലും കിടന്നില്ലെങ്കിൽ നാളെ രാവിലത്തെ പ്ലാനൊന്നും നടക്കില്ല എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ റെഡി ആവുന്ന തിരിച്ച് പോകാൻ വേണ്ടി ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പെട്ടെന്നൊരു ദിവസം പോയതുപോലെയായിരുന്നു, വളരെ പെട്ടെന്ന്. ഞങ്ങൾ ഒരു ദിവസം ഉച്ചയ്ക്കാണ് ചെക്ക് ഇൻ ചെയ്തത്. പിറ്റേ ദിവസം എന്താ പറയുന്നത്, രാവിലെ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. കാരണം ഞങ്ങൾക്ക് ഒരു കഫേ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ലഞ്ച് കഴിച്ചിട്ട് എല്ലാവരും ബാക്ക് ടു ദെയർ ഓൺ പ്ലേസ് എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ രാവിലെ ഞങ്ങൾ 5 മണിക്ക് ഉറങ്ങിയത് കൊണ്ട് ഞങ്ങൾ എണീറ്റത് 10-11 മണിക്കാണ്. അത് കഴിഞ്ഞ് എല്ലാവരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. ഭയങ്കര വിഷമമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ പെട്ടെന്ന് പോയല്ലോ ഒരു ദിവസം എന്നല്ല, പറഞ്ഞൊന്നും തീർന്നില്ല. കഥകളൊക്കെ ഇനിയും പറയാൻ കുറേ പെൻഡിങ്ങുള്ള കഥകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അടുത്ത ഒരു സ്റ്റേക്കേഷൻ വെരി സൂൺ നടക്കും എന്നുള്ളൊരു ഇതോടുകൂടെ ഞങ്ങൾ എല്ലാവരും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പിരിയുകയാണ്. സോ ഇത്രയൊക്കെയാണ് അന്ന് നടന്നത്. ഇനിയും പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ പേഴ്സണലായിട്ടിരിക്കട്ടെ. സോ അങ്ങനെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.